മുസ്ലിമീങ്ങളെ ഒന്നാക്കാൻ നടക്കുന്ന ആളുകൾ, മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പറയുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണെന്ന് വാദിക്കുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും കൂടുതൽ ചെവിക്ക് അലോസരം ഉണ്ടാക്കുന്ന കാര്യം തൗഹീദാണ്. വെറുതെ ഈ കാലത്ത് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്ത് ഈ തൗഹീദും പറഞ്ഞ് ഈ ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ തുടങ്ങും. ഇവിടെ തലയുണ്ടാവുമെന്ന് അറിയില്ല, അപ്പോഴവൻ തൗഹീദ് പറയാൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ചെവിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തൗഹീദ്. തൗഹീദ് ശരിയാകുമ്പോഴല്ലാതെ ഒരു സമൂഹം നരകത്തിന് രക്ഷപ്പെടൂല. നമ്മൾ പോട്ടെ, നമുക്ക് ഈ ദുനിയാവിൽ ഒരു നിലനിൽപ്പില്ല എന്ന് വിചാരിക്കാം. നമ്മളെ ശത്രുക്കൾ നമ്മുടെ മേൽ കടന്ന് ആക്രമിച്ച് നമ്മളൊക്കെ കൊന്നുകളഞ്ഞു വിചാരിക്കാം. തൗഹീദ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾക്ക് വിജയം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതേസമയം നമുക്ക് തൗഹീദ് ഇല്ലെങ്കിൽ നമ്മൾ ഈ നാടിന്റെ ആധിപത്യം കരസ്ഥമാക്കി വിചാരിക്കാം. മുസ്ലിമീങ്ങൾക്ക് തൗഹീദ് ഇല്ലാത്ത പേരിന് മാത്രമുള്ള കുറച്ച് മുസ്ലിമീങ്ങൾ ഈ നാടിന്റെ ആധിപത്യം അവർക്ക് കരസ്ഥമാക്കി എന്ന് വിചാരിക്കാം. അവർക്ക് എന്താ നേടിയത്? അവർക്ക് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഒരു ലാഭം അവർ കരസ്ഥമാക്കിയിട്ടില്ല. ഈ ദുനിയാവ് മുഴുവൻ നമുക്ക് നേടിയാലും നമ്മൾ മരണപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ നരകത്തിൽ കിടക്കേണ്ടി വരുമെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ലാഭം കിട്ടിയിട്ടുള്ളത്? ഒരു ലാഭം കിട്ടിയിട്ടില്ല. അതേസമയം നമുക്ക് ഈ ദുനിയാവിൽ ഒന്നും ഇല്ലെങ്കിലും മരണപ്പെട്ടാൽ നമുക്ക് സ്വർഗമാണുള്ളതെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ കഴുത്തിന് മേൽ തലയുണ്ടെങ്കിലല്ലേ നിന്റെ തൗഹീദ് എന്ന് പറയുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് അതാണ്. തലയുണ്ടെങ്കിലും തലയില്ലെങ്കിലും തൗഹീദ് പറയും. തൗഹീദ് ഉണ്ടെങ്കിലേ തല ഉണ്ടായിട്ട് കാര്യമുള്ളൂ. തൗഹീദ് ഇല്ലെങ്കിൽ തല ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗഹീദ് കൊണ്ടാണ് എന്ത് ചെയ്യാ ഒരു മനുഷ്യൻ നരകത്തിന് രക്ഷപ്പെടുക തൗഹീദ് ഉണ്ടെങ്കിൽ. സ്വർഗത്തിന്റെ താക്കോല് തൗഹീദാണ്. ഒരാൾക്ക് തൗഹീദ് ഇല്ലെങ്കിൽ അവൻ എത്ര കാലം നരകത്തിൽ കടന്നാലും അവന് വേറെ എന്തൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. കുറെ സമ്പത്ത് ഉണ്ടായതുകൊണ്ടോ, അധികാരമുണ്ടായതുകൊണ്ടോ, സ്വാധീനമുണ്ടായതുകൊണ്ടോ, മറ്റെന്തുകൊണ്ട് നമുക്ക് അവന് നരകത്തിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ കുറെ ഇബാദത്തുകൾ ചെയ്തു അല്ലേ? ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾ എത്ര ഇബാദത്തുകൾ ചെയ്യാറുണ്ട്. ദിക്റുകൾ, ധാരാളം കണക്കിന് ദിക്റുകൾ ചെയ്യാറുണ്ട്. ഒരുപാട് ഖുർആൻ ഖത്തം തീർക്കാറുണ്ട്. കുറെ കാലം നിസ്കരിക്കാറുണ്ട്. ഹജ്ജിനും മറ്റുമൊക്കെ പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്ക് തൗഹീദ് ഇല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തനങ്ങളൊന്നും റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, എവിടേക്കോ പോയി അവസാനിക്കുന്നു എന്നല്ലാതെ അവന്റെ ഒരു പ്രവർത്തനത്തിനും ഒരു റിസൾട്ടും ഒരു നന്മയും ആഖിറത്തിൽ കിട്ടാൻ പോകുന്നില്ല. വെറുതെ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്ന കുറെ ആളുകൾ. അങ്ങനെയാണ് തൗഹീദ് ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ. അവരെ എങ്ങനെയെങ്കിലും ആഖിറത്തിൽ നരകത്തിൽ രക്ഷപ്പെടുത്തണം, അവർ ചെയ്യുന്ന അമലുകൾക്ക് അവർക്ക് പ്രതിഫലം നേടിക്കൊടുക്കണം എന്നുള്ള വാശിയാണ് തൗഹീദ് പറയുന്ന ഒരാൾക്കുണ്ടാവും. അവരെങ്ങനെയെങ്കിലും നരകത്തിന് രക്ഷപ്പെടുത്തി തീർക്കണം. എങ്ങനെയെങ്കിലും അവർ ചെയ്യുന്ന അമലുകൾ അവർക്ക് ഉപകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കണം. ആ ഒരു ഗുണകാംക്ഷയാണ് തൗഹീദ് മറ്റുള്ളവരോട് കൽപ്പിക്കുന്ന ആളുകൾക്കുണ്ടാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ഫസ്റ്റ് ആ ഒരു നുബുവത്ത് കിട്ടിയ ആദ്യ സമയം മാത്രമല്ല, അവസാനിക്കുമ്പോഴും അങ്ങനെ തൗഹീദ് തന്നെയല്ലേ. മരിക്കുമ്പോഴും തൗഹീദിനെ, ശിർക്കിനെ പറ്റി അങ്ങേയറ്റം താക്കീത് ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? രോഗശീലിൽ കിടന്ന് ഇടയ്ക്ക് ബോധം വന്ന് പറഞ്ഞു പോകുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട പല വസീയത്തുകളും പറയുന്നുണ്ട്. ഇതിന് കൂട്ടത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത നസാറാക്കളെ അല്ലാഹു ശപിക്കട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ നബിമാരുടെ ഖബറിടങ്ങളെ മസ്ജിദുകളാക്കി തീർത്തു. മരിക്കുമ്പോഴും തൗഹീദ് തന്നെ പറയും. അപ്പൊ തൗഹീദ് നമ്മൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും 10 വർഷക്കാലം അല്ലെങ്കിൽ 13 വർഷക്കാലം മക്കയിൽ തൗഹീദ് പറഞ്ഞു മദീനത്തേക്ക് എത്തി. മദീനയിൽ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹു ആയത്തിറക്കാണ്. എന്തായത്തിറക്കി? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. ആരോട്? തൗഹീദ് ജനങ്ങൾക്ക് ഇത്ര 13-15 വർഷക്കാലം ജനങ്ങൾക്ക് തൗഹീദ് തന്നെ പഠിപ്പിച്ചു കൊടുത്തു. ജനങ്ങളെ അതിന്മേലായി വളർത്തിയെടുക്കാൻ അങ്ങേയറ്റം പണിപ്പെട്ട ആ റസൂലിന് അള്ളാഹ് കൽപ്പിക്കണത്, റസൂലെ താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് അറിയണം. നമ്മളോടാണ് പറയുന്നെങ്കിലോ? ഒരു 3 വട്ടം കിതാബ് തൗഹീദ് വായിച്ചു തീർത്ത നമ്മളോട് നീ തൗഹീദ് എന്താണെന്ന് പഠിക്കണം നമ്മളോട് പറഞ്ഞു. പിന്നെ
നീയാ, ഞാൻ 3 വട്ടം കിതാബ് തൗഹീദ് വായിച്ചു വെച്ചാണ്. നമ്മൾ അങ്ങനെ പ്രതികരിക്കുക അല്ലേ? തൗഹീദിന്റെ 3 പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ 3 ഏതെങ്കിലും കവലപ്രസംഗങ്ങൾ കേട്ട ഒരാളോട് നിനക്കൊന്നും നീയൊക്കെ ഇനിയും തൗഹീദ് പഠിക്കാണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കി ചീത്ത പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ ഇമാമിനോട്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും മനുഷ്യരെ തൗഹീദിലാക്കി വളർത്തിയെടുത്ത അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, എപ്പോ മദീനത്തെത്തിയതിനു ശേഷം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര തൗഹീദ് പഠിച്ചാലും മതിയാകരുത്, എത്ര കേട്ടാലും മടുപ്പ് വരും. ഇയാളെന്താ എപ്പോഴും ഈ തൗഹീദ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു അപകർഷതാബോധം, ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടാകരുത്.